ആ അവൾ ഒരു ശബ്ദത്തോടെ സൈഡിലേക്ക് വെച്ചുപോയി. ഋതു കവിളിൽ കൈവച്ചുകൊണ്ട് വിശ്വാസം വരാത്ത പോലെ തൻ്റെ ഏട്ടനെ നോക്കി വിളിച്ചു. ഏട്ടാ, ഞാൻ. വേണ്ട, ഒരക്ഷരം മിണ്ടരുത് നീ. അവൻ ചൂണ്ടുവിരൽ ഉയർത്തി ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്കറിയാം ഇത് ചെയ്തത് നീയാണെന്ന്. ഇല്ല ഏട്ടാ, ഞാനല്ല. അവൾ വീണ്ടും വാദിച്ചു കൊണ്ട് പറഞ്ഞു. നിന്നോട് മിണ്ടരുതെന്നല്ലടി പറഞ്ഞത്. എനിക്ക് നന്നായി അറിയാം നിന്നെ. നീ തന്നെയാ ഇത് ചെയ്തത്. അതുമാത്രമല്ല, കാശിയെ നേടാൻ നീ ഏത് അറ്റം വരെയും പോകും. അവൻ അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാൽ അത്രയും നേരമുണ്ടായിരുന്ന ഭാവം ആയിരുന്നില്ല ഋതുവിൽ അത് കേട്ടപ്പോൾ. അതെ, ഞാൻ തന്നെയാ ഇത് ചെയ്തത്. നിങ്ങൾ എന്തു ചെയ്യുമെന്നെ? അവൾ അവനെ നോക്കി വീറോടെ ചോദിച്ചു. ഡി! ഋഷി വീണ്ടും അവൾക്ക് നേരെ കൈ ഉയർത്തി. തൊട്ടു പോകരുതെന്നെ. അവളുടെ ആ വാക്കുകൾ കേട്ട് അവൻ ഞെട്ടലോടെ അവളെ ഉറ്റുനോക്കി. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, ജീവിക്കും. അതൊക്കെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട ഋതു. അവൻ വിശ്വാസം വരാത്ത പോലെ വിളിച്ചു. അതെ ഋതു തന്നെയാ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. കാശിനാഥനെ നേടാൻ ഞാൻ ഏത് അറ്റം വരെയും പോകും. പക്ഷേ ഫലമുണ്ടാവില്ല ഋതു. കാരണം ഈശ്വരൻ അവരുടെ കൂടെയാണ്. അത് നിനക്ക് ഇന്നും കൊണ്ട് ബോധ്യം ആയില്ലേ? അത് കേട്ട് ഋതു അവനെ ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു. പിന്നെ ഈശ്വര, അവരുടെ വിധി എഴുതുന്നത് ഈശ്വരനല്ല, ഞാനാണ്. ഈ ഞാൻ. അതും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. ഋഷിക്ക് എല്ലാം കേട്ട് നിസ്സഹതയോടെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ മുന്നിലായി അവൻ 4 സ്ഥാനം പിടിച്ചു. അച്ഛന്മാർ കൊടുത്ത മോതിരം അവരുടെ കയ്യിൽ ഭദ്രമാണ്. ഇനി മോതിരം പരസ്പരം അണിയിക്കൂ. ഒരു മുതിർന്ന കാരണവർ പറഞ്ഞതും അവർ ഒരു പുഞ്ചിരിയോടെ പരസ്പരം നോക്കി. ശേഷം അവർ മോതിരം അണിയിച്ചു. നന്ദ തൻ്റെ വിരലിൽ കിടക്കുന്ന കാശി എന്ന റിങ്ങിൽ പുഞ്ചിരിയോടെ അതിൽ ഉപരി പ്രണയത്തോടെയും നോക്കി. എന്താടി പെണ്ണേ? പെട്ടെന്ന് കാതിൽ പതിഞ്ഞ ആ ശബ്ദം കേട്ട് അവൾ ഒരു ഞെട്ടലോടെ മുഖം ചരിച്ച് അവിടെ ഒന്ന് നോക്കി. തൻ്റെ പ്രാണൻ. അവൾ ഒന്നും ചിന്തിക്കാതെ ആ മാറിലേക്ക് ചാഞ്ഞു. കാശി അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. സന്തോഷം തോന്നുന്നു കാശിയേട്ടാ. അതിനു മറുപടിയായി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നു. എന്താ പെണ്ണെ, ഒരു ആലോചന? സിത്തുവിൻ്റെ ആണ് ആ ചോദ്യം. അത് നമ്മുടെ ദേവമ്മയോട്. കുട്ടി എന്തോ കാര്യമായി ആലോചനയിലാണ്. എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു സിത്തുവേട്ട. അവൾ അവനോടായി പതിയെ പറഞ്ഞു. എന്ത് സംശയം? ഇത് ചെയ്തത് പോലീസ് പറഞ്ഞതുപോലെ ആ ഋതു തന്നെയാകും. ദേവു പല്ല് കടിച്ചുകൊണ്ട് അല്പം നിരസത്തിൽ പറഞ്ഞു. ആകും എന്നല്ല, ആണ്. നീ പറഞ്ഞല്ല എങ്കിലും ഞങ്ങൾക്കത് മനസ്സിലായി കാര്യമാണ്. അവൾ മാത്രമാവില്ല ഏട്ടാ, ആ അനുവും ആമിയും കാണും കൂടെ. ദേവുവിന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ മുഖം മാറി. അവൾ എന്തോ ഓർത്ത പോലെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എല്ലാം അറിയാവുന്ന നിങ്ങൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? എനിക്ക് മനസ്സിലാകാത്തത്. അത് കേട്ട് സിത്തു ഒന്ന് ചിരിച്ചു. ശേഷം അവളോടായി പറഞ്ഞു. എടി, നിന്റെ ഏട്ടനെ എന്നേക്കാൾ നന്നായി നിനക്കറിയില്ലേ? അവൻ എന്തെങ്കിലും ഒന്നും മനസ്സിൽ കാണാതെ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അത് ഇല്ല. പക്ഷേ ഒരു പക്ഷേയുമില്ല. നീ വന്നേ, നമുക്ക് കഴിക്കാൻ പോകാം. ദേ അവരൊക്കെ പോയി. അതും പറഞ്ഞ് സിത്തു അവളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോയി. മണ്ഡപത്തിൽ നിന്നും വന്നതും കയറിക്കിടന്നത് ആണ് നന്ദ. പിന്നെ അവൾ എഴുന്നേൽക്കുന്നത് സന്ധ്യയ്ക്കാണ്. അത്രയും ക്ഷീണമുണ്ടായിരുന്നു അവളിൽ. ബെഡിൽ എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് അയഞ്ഞു കിടന്ന മുടി വാരിക്കെട്ടി അവൾ ഫ്രഷ് ആവാനായി കയറി. അല്പസമയത്തിന് ശേഷം തിരികെ ഇറങ്ങിയ അവൾ കാണുന്നത് തൻ്റെ റൂമിൽ കൈ രണ്ടും കെട്ടി നിൽക്കുന്ന ഋതുവിനെയാണ്. എന്താ? എന്തു വേണം? നന്ദ അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. എന്നാൽ ഋതു അതിന് മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞ് ഡോർ ലോക്ക് ചെയ്തു. ആ കാഴ്ചയിൽ നന്ദയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. എങ്കിലും അവൾ അത് പുറമേ കാണിച്ചില്ല.
തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഋതുവിനെ അവൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താടി, പേടിയാകുന്നുണ്ടോ നിനക്ക്? ഋതു അവൾക്ക് മുന്നിലായി വന്ന് നിന്നുകൊണ്ട് അല്പം പുച്ഛത്തിൽ ചോദിച്ചു. ഞാൻ എന്തിനാ നിന്നെ പേടിക്കുന്നത്? നിന്ന് പ്രസംഗിക്കാതെ നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ പണിയൊക്കെ എനിക്കറിയാം മോളെ. എൻ്റെ കാശിയേട്ടൻ്റെ പുറകെ ഓലിപ്പിച്ച് നടക്കാൻ അല്ലേ നിന്റെ ഈ പണി? ഛേ, ഞാൻ എത്ര തവണ പറഞ്ഞത് ആടി. എന്നിട്ടും നിനക്ക് നാണവും മാനവുമില്ലേ? ഋതു നിന്ന് ഉറഞ്ഞു തുള്ളുവാണ്. നന്ദയ്ക്ക് അതൊക്കെ കേട്ട് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ അത് കൺട്രോൾ ചെയ്തു നിന്നു. നീ എത്ര ഒക്കെ പുറകെ നടന്നാലും നിനക്ക് എൻ്റെ കാശിയേട്ടനെ കിട്ടില്ല നന്ദ. ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നിങ്ങൾ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെൻ്റെ വാശിയാണ്. അത് കേട്ട് നന്ദ പുച്ഛത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി. അത് കണ്ട് ഋതുവിന് വല്ലാത്ത ദേഷ്യം തോന്നി. ഡി, നിനക്കറിയാവോ, ഇന്ന് നിങ്ങളുടെ നിശ്ചയം മുടക്കാൻ നോക്കിയത് വേറെ ആരുമല്ല, ഈ ഞാനാ. ഋതു പുച്ഛത്തോടെ അത് പറയവേ അത് കേട്ട നന്ദയുടെ ഭാവം മാറി. ഉടനടി അവളുടെ കൈ ശക്തമായി തന്നെ ഋതുവിൻ്റെ കവിളിൽ പതിഞ്ഞിരുന്നു. അവൾ ഒരു സൈഡിലേക്ക് വെച്ചുപോയി. ഡി, ഋതു കവിളിൽ കൈവച്ചുകൊണ്ട് വീണ്ടും നന്ദയുടെ അരികിലേക്ക് വന്നതും ചി നിൽക്കടി അവിടെ. ആദ്യമായി നന്ദയുടെ ശബ്ദം അവിടെ ഉയർന്നു. ഒരു വേള ഋതു ഒന്ന് ഞെട്ടി. അപ്പോഴേക്കും വീണ്ടും മറു കവിളിലായി നന്ദയുടെ കൈ പതിഞ്ഞിരുന്നു. ഇത് എന്തിനാ എന്ന് നിനക്കറിയോ? ചെയ്യേണ്ടതെല്ലാം ചെയ്തതും പോരാ, എന്നിട്ട് ഒരു കൂസലുമില്ലാതെ എന്നോട് വന്ന് പറയുന്നോ നീ? നന്ദ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ഋതു മറുപടിയില്ലാതെ കവിളിൽ കൈവച്ച് തന്നെ നിന്നു. എനിക്കറിയാടി, നീ തന്നെയാ അത് ചെയ്തതെന്ന്. അതിന് നിന്റെ കുറ്റസമ്മതം വേണ്ട എനിക്ക്. ഹും, അതേടി. ഇല്ല, ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും ഞാൻ. ഋതു വാശിയോടെ അത് പറഞ്ഞതും നന്ദ കളിയോടെ അവളുടെ മുടി കുത്തിൽ കുത്തിപ്പിടിച്ചു. ഹാ! ഋതു വേദന കൊണ്ട് ഒന്ന് പുളഞ്ഞു. നന്ദ അല്പം ശക്തമായി തന്നെ അവളുടെ മുടിയിൽ മുറുകിയത് കാരണം അത്രമേൽ അവളിൽ ദേഷ്യം എന്ന വികാരം നുരഞ്ഞു പൊങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിൽ പ്രശ്നം നീയാണ്. അത് ഇല്ലാതെയാകാൻ അറിഞ്ഞിട്ട് അല്ലേ? പക്ഷേ നീ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. ഇനിയും ഞങ്ങൾക്കിടയിൽ ഒരു കരട് ആയി നീ വന്നാൽ കൊല്ലും നിന്നെ ഞാൻ. നന്ദ പറയുകയായിരുന്നല്ല, കോപത്തോടെ മുരളുകയായിരുന്നു നന്ദ. പെട്ടെന്നാണ് കാശിയുടെ ശബ്ദം കേട്ടത്. ഒരു വേള നന്ദ ഞെട്ടിക്കൊണ്ട് അവിടേക്ക് നോക്കി. കാശി അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു. അവളുടെ ദേഹത്ത് നിന്ന് കൈയെടുക്കടി. അവൻ്റെ അലർച്ചയിൽ അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഋതുവിൻ്റെ മുടിയിൽ നിന്നും അവളുടെ കൈ പതിയെ അയഞ്ഞു. കാശിയേട്ടാ, ഞാൻ മിണ്ടരുത് നീ. നിനക്ക് എന്താടി, അവളെ കൊല്ലണോ? അത് കേട്ട് അവൾ നിറകണ്ണുകളോടെ വേണ്ട എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. മേലിൽ ഇത് ആവർത്തിക്കരുത്. നന്ദയെ നോക്കി ദേഷ്യത്തിൽ അതും പറഞ്ഞുകൊണ്ട് കാശി ഋതുവിൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോയി. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേയായി ഋതു നന്ദയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഞങ്ങളെ നോക്കി നിറകണ്ണുകളോടെ നിൽക്കുന്ന നന്ദയെ കണ്ട് ഋതു പുച്ഛത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി. കാശി ഋതുവിനെ കൊണ്ട് അവൻ്റെ വീട്ടിലേക്കാണ് പോയത്. നീ എന്തിനാ ഡി ഇപ്പോൾ അവിടേക്ക് പോയത്? വീടിന് മുന്നിൽ എത്തിയതും കാശി അവളെ വലിച്ച് മുന്നോട്ട് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം കേട്ട് അവൾ ഒന്ന് പതറി. അത് പിന്നെ കാശിയേട്ടാ, ഞാൻ വെറുതെ. അവൾ തൻ്റെ പതർച്ച അവനിൽ നിന്നും മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവൾ പെട്ടെന്ന് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്കും വീണു. കാശി പെട്ടെന്ന് ഒന്ന് പിന്നിലേക്ക് ആഞ്ഞു. എങ്കിലും പിന്നെ എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു കൊണ്ട് പറഞ്ഞു. എന്താ ഋതു? കാശി ഏട്ടാ, എനിക്ക് പേടിയാകുന്നു, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൻ്റെ കണ്ണുകൾ ഒന്ന് കൂർത്തു വന്നു. എന്തു പേടി? അവൻ അത് ചോദിച്ചതും അവൾ വേഗം അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ആ നന്ദ എന്തെങ്കിലും ചെയ്യും ഏട്ടാ എന്നെ. ഉറപ്പായും എന്നെ കൊല്ലും അവൾ. അത് കേട്ട് അവൻ പല്ലിരുമ്മി. എന്നാൽ അവൻ അത് പുറത്തു കാണിച്ചില്ല. നീ എന്തൊക്കെയാ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾ എന്നോട് പറഞ്ഞു ഏട്ടാ, ഞാനാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നമെന്ന്. ഇനിയും നിങ്ങൾക്കിടയിൽ വന്നാൽ അവൾ എന്നെ കൊല്ലുമെന്ന്.
അവൾ ഇല്ലാത്ത കണ്ണുനീർ വരുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് അനു അവിടേക്ക് വരുന്നത്. പക്ഷേ അവൾ അവരുടെ അടുത്തേക്കായി പോകാതെ ഒരു സൈഡിലായി മറഞ്ഞു നിന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഏട്ടന് ദേഷ്യമൊന്നും തോന്നരുത് എന്നോട്. അവൾ ഇടം കണ്ണിട്ട് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് കാശി അവളെ ഒന്ന് നോക്കി. അത് കണ്ട് അവൾ പറഞ്ഞു, ഏട്ടന് അവളെപ്പോലെ ഒരു പെണ്ണ് ചേരില്ല. അവളെ കെട്ടിയാൽ ഏട്ടൻ്റെ ജീവിതം നശിച്ചു പോവുകയേ ഉള്ളൂ. അത്രയും അഹങ്കാരമാണ് അവൾക്ക്. അഹങ്കാരം നിനക്കാടി പുല്ലേ. കാശി ഉള്ളിൽ പറഞ്ഞുകൊണ്ട് പുറമെ കൺട്രോൾ ചെയ്തു നിന്നു. സ്നേഹിച്ചു പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഋതു. പിന്നെ അവളെ നിലക്ക് നിർത്താനൊക്കെ എനിക്കറിയാം. കാശി ആരോടൊന്നില്ലാതെ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഋതു ആണെങ്കിൽ അവൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് അനു ഒരു സൈഡിൽ നിന്നും അവളുടെ അടുത്തേക്ക് വന്നത്. ഹോ, നീ ഇവിടെയെല്ലാം കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അല്ലേ? ഋതു അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് കേട്ട് അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാമല്ലോ. എന്നിട്ട് കേട്ടോ? കേൾക്കുക മാത്രമല്ല, ചിലതൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അത് കേട്ട് ഋതു അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. എന്ത് മനസ്സിലായി എന്ന്? എൻ്റെ ഋതു, ഇനിയെങ്കിലും നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണം. ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നീ പറയുന്നത് ശരിയാ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അവൾ ഒരുതരം വല്ലാത്ത ഭാവത്തിൽ അത് പറയുമ്പോൾ അനുവിലേക്കും ആ ചിരി പകർന്നു. ദിവസങ്ങൾ മാറ്റമൊന്നുമില്ലാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു. തള്ളയും മക്കളും നന്ദയ്ക്കെതിരെ ഒരുപാട് പ്ലാനുകൾ പുറത്തിറക്കുന്നെങ്കിലും കാശിയും സിത്തുവും അവർ അറിയാതെ തന്നെ അതൊക്കെ ഫ്ലോപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്ദയ്ക്കൊക്കെ ഇപ്പോൾ എക്സാം നടക്കുകയാണ്. അതിൻ്റെ പഠിത്തത്തിലാണ് പിള്ളേർ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാശി അവളുടെ കൂട്ടി അമ്പലത്തിലേക്ക് ഇറങ്ങി. എന്താ പെണ്ണെ, ആകെ ഗുമ്മി മൂഡ്? അമ്പലത്തിലേക്കുള്ള യാത്രയുടെ ഇടയിലായി കാശി തൻ്റെ പെണ്ണിനോടായി ചോദിച്ചു. അത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി. ഒന്നുമില്ല കാശിയേട്ടാ, അത് വെറുതെ നിന്ന് ചിണുങ്ങാതെ കാര്യം പറയൂ പെണ്ണേ. അവൻ വീണ്ടും ചോദിച്ചതും അവൾ പറഞ്ഞു. എന്തോ നെഗറ്റീവ് പോലെ തോന്നുന്നു ഏട്ടാ. എന്തോ അപകടം വരാൻ ഇരിക്കുന്നത് പോലെ. അവൾ ഒരുതരം ടെൻഷനോടെ പറഞ്ഞു. അത് കേട്ട് അവനെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. നിനക്ക് വെറുതെ തോന്നുന്നതാ പെണ്ണേ, അല്ലാതെ എന്ത് അപകടം വരാൻ? അവൻ അത് പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ പുറകിൽ നിന്നും വന്ന മറ്റൊരു വാഹനം അവരുടെ കാറിന് ഓവർടേക്ക് ചെയ്തുകൊണ്ട് വന്ന് നിർത്തിയതും ഒന്നിച്ചായിരുന്നു. കാശി പെട്ടെന്ന് സഡൻ ബ്രേക്കിട്ട് നിർത്തി. അവർ ഇരുവരും ഒന്ന് മുന്നിലേക്ക് ആഞ്ഞുപോയി. കാശിയേട്ടാ, നന്ദ പേടിയോടെ വിളിച്ചു. കാശി മുന്നിൽ കിടക്കുന്ന കാറിലേക്കൊന്ന് നോക്കി. അപ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ എന്ന് പോകുന്നവർ പലതരം മാരക ആയുധങ്ങളും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അത് കാണെ നന്ദ ഒന്ന് വിറച്ചുപോയി. ഏട്ടാ വേണ്ട. കാശി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും നന്ദ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് പേടിയോടെ പറഞ്ഞു. ഒന്നുമില്ല പെണ്ണെ, നീ ഇവിടെ ഇരിക്ക്. കാശിയേട്ടൻ ദേ വരുന്നു. അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് കാശി അതും പറഞ്ഞ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മക്കള് വണ്ടി തടയാൻ ഇറങ്ങിയത് ആണോ? അല്ലല്ലോ സാറേ, ദേ ആ ഇരിക്കുന്നവളെ അങ്ങ് തട്ടാൻ ഇറങ്ങിയതാണ്. അതിലെ ഒരു തലവൻ എന്ന് തോന്നിപ്പിക്കുന്നവൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. അത് കേൾക്കെ അത്രയും നേരം ശാന്തമായി നിന്നവൻ്റെ ഭാവം മാറി അവിടെ കോപം വന്ന് നിറഞ്ഞു. എൻ്റെ പെണ്ണിനെ തൊടാൻ ധൈര്യമുള്ളവൻ വാടാ. കാശി തൻ്റെ മുണ്ട് ഒന്ന് മടക്കി കുത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാം അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. തനിക്ക് ചുറ്റിലും പലതരം ആയുധങ്ങളുമായി വട്ടം കൂടി നിൽക്കുന്നവരെ കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരുതരം ക്രൂരമായ ഒരു പുഞ്ചിരി. നിന്നെ അവിടെ നടന്നത് ചുറ്റും കാഴ്ചക്കാരായി കൂടി നിൽക്കുന്ന ആളുകൾ പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള പൊരിഞ്ഞ തല്ല് തന്നെയായിരുന്നു. അസാമാന്യമായ മെയ് വഴക്കത്തിൽ തന്നെ നേരിടാൻ നിൽക്കുന്നവരെ ഒക്കെ അവൻ നിമിഷ നേരം കൊണ്ട് കീഴടക്കി കഴിഞ്ഞിരുന്നു. പറയടാ, ആരാ നിന്നെയൊക്കെ പറഞ്ഞു അയച്ചത്? ആ ഗുണ്ട തലവനെ പൊക്കി എടുത്തുകൊണ്ട് കാശി മുരണ്ടു.
അത് പറയടാ. അതും പറഞ്ഞ് ഒറ്റ ഇടിയായിരുന്നു കാശി അവൻ്റെ നെഞ്ചിൽ. ഞാൻ പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എല്ലാം പറഞ്ഞു. ആ പേര് കേട്ട് കഴിഞ്ഞതും കാശിയുടെ മുഖം ആകെ വലിഞ്ഞു മുറുകി. അവനെ ഒന്ന് പുറകിലേക്ക് തള്ളിക്കൊണ്ട് മുന്നിൽ ഉലഞ്ഞു കിടക്കുന്ന മുടി ഇരു കൈയാലും പുറകിലേക്ക് വകഞ്ഞു മാറ്റി ഉടുത്തിരുന്ന മുണ്ട് മുറുകെ ഉടുത്ത് അവൻ അടുത്ത് ഒതുക്കിയിട്ടിരുന്ന തൻ്റെ കാറിലേക്ക് കയറി. കാശിയേട്ടാ, എന്തെങ്കിലും പറ്റിയോ? അവൾ ആദിയോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പറ്റിയത് ആയി തോന്നുന്നോ പെണ്ണെ നിനക്ക്? അവൻ ഒരു കളിയോടെ ചോദിച്ചു. അത് കേട്ട് മറുപടിയൊന്നും പറയാതെ നന്ദ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. നിമിഷ നേരം കൊണ്ട് അവരുടെ വാഹനം അവിടെ നിന്ന് പാഞ്ഞിരുന്നു. അമ്പലത്തിൽ നിന്നും തിരികെ എത്തിയതും കാറിൽ നിന്നും ഇറങ്ങി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ നന്ദയുടെ കയ്യിൽ ആയി കാശിയുടെ പിടി വീണു. അവൾ ഒരു സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ കാശിയേട്ടാ? എന്നാൽ അവൻ അതിന് മറുപടി പറയാതെ അവളുടെ കൈയും പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് നടന്നു. കാശിയേട്ടാ, എന്താ കാര്യം പറയ്. നന്ദ അവനോട് ചോദിക്കുന്നുണ്ട് എങ്കിലും അവൻ അതിന് മറുപടി പറയാതെ അവളെ കൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. ഹാളിൽ തന്നെ രഘുവും മയൂരിയും ഋഷിയും മാഹിയും ഗീതയും ഒക്കെ ഉണ്ടായിരുന്നു. അല്പം മാറി ഋതുവും അനുവും മാമിയും. നിങ്ങൾ വന്നോ? അകത്തേക്ക് വന്ന കാശിയെയും നന്ദയെയും കണ്ട് രഘു ചോദിച്ചു. എന്നാൽ കാശി അതൊന്നും ശ്രദ്ധിക്കാതെ നന്ദയെ കൊണ്ട് ഋതുവിനെ മുന്നിലായി വന്നു നിന്നു. എന്താ നിന്റെ ഉദ്ദേശം? തീർത്തും ഗൗരവത്തോടെയുള്ള അവൻ്റെ ആ വാക്കുകൾ കേട്ട് അവൾ പതർച്ചയോടെ ചോദിച്ചു. ഏട്ടൻ എന്തൊക്കെ ബാക്കി പറഞ്ഞു തീരും മുന്നേ കാശിയുടെ ശക്തമായ അടികൊണ്ട് ഋതു താഴേക്ക് വീണിരുന്നു. അയ്യോ! എല്ലാവരും ഒരു വേള ഞെട്ടിപ്പോയി. ഗീതക വായിൽ കൈ പൊത്തി ചാടി എഴുന്നേറ്റു. കാശി, എന്താ ഇത്? രഘു അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അച്ഛൻ മിണ്ടരുത്, ഇനിയും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതും പറഞ്ഞ് കാശി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ട് വീണ്ടും ചോദിച്ചു. നീ എന്താടി പുല്ലേ കരുതിയത്? എന്നെയും ഇവളെയും തമ്മിൽ തെറ്റിച്ച് ആ സ്ഥാനത്തേക്ക് നിനക്ക് കയറി വായാമെന്നോ? എന്നാൽ പൊന്നു മോൾക്ക് തെറ്റി. നിന്റെ ഈ കോപ്പിലെ അഭിനയം ഒക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാടി. പക്ഷേ നീ ഇത്രത്തോളം പോകുമെന്ന് ഞാൻ കരുതിയില്ല. എത്ര ധൈര്യമുണ്ടായിട്ടും ആടി പന്ന മോളെ നീ എൻ്റെ പെണ്ണിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത്? അതും പറഞ്ഞ് വീണ്ടും കാശി അവളുടെ കവിളിൽ ഒന്നും പൊട്ടിച്ചു. അവൾ ഒരു സൈഡിലേക്ക് വെച്ചു പോയി. കവിളിൽ നീറി പുകയും പോലെ തോന്നി അവൾക്ക്. കണ്ണുകൾ നിറഞ്ഞൊഴുകി. വായിൽ നിന്നും ചോര കിണിഞ്ഞിറങ്ങി.